Good afternoon. Good afternoon, Miss. ma'am. Good afternoon. Good afternoon, Miss. Okay, good afternoon. Prayer ആരാ ചെയ്യുന്നേ? Prayer. Prayer ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? ഇല്ല. ഞാൻ ചെയ്യാം മിസ്സേ. ഓക്കെ ഓക്കെ ചെയ്തോളൂ കേട്ടോ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണീ ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണീ കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണീ അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ പൂർണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നും വാട്ടിടാം. ഓക്കെ. എന്നാണ് എക്സാം? ഫ്രൈഡേ അല്ലേ എക്സാം വരുന്നത് നിങ്ങൾക്ക്? സാറ്റർഡേ സാറ്റർഡേ ആണ്. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല, എന്നാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക്, കാരണം നമ്മളെല്ലാം പഠിക്കണം. ഇന്നത് ഇമ്പോർട്ടന്റ് ആണെന്നൊന്നുമില്ല. മോണ്ടിസോറി നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഈച്ച് ആൻഡ് എവറി പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ? മോക്ക് ടെസ്റ്റ് ഇന്ന് തന്നെ ഇടാം കേട്ടോ. ഓക്കെ, ഇന്ന് തന്നെ ഇടാം, നോക്കാം നമുക്ക് കേട്ടോ. അതായത് നിങ്ങള് ഈ ടെൻഡൻസീസില് 14 ടെൻഡൻസീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക പ്രധാനമായിട്ടും. ഓക്കെ, 14 എണ്ണം ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലോറേഷൻ, ഓക്കെ, എന്താണ് എക്സ്പ്ലോറേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗ്രിഗാറിയസ്നെസ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രിഗാറിയസ്നെസ്, ഓക്കെ. ദെൻ അതുപോലെ തന്നെ ആബ്സ്ട്രാക്ഷൻ കേട്ടോ. ഓക്കെ, ദെൻ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, എക്സ്പ്ലോറേഷൻ എന്താണെന്ന് നോക്കി വയ്ക്കുക, നല്ല രീതിയിൽ വായിക്കാട്ടോ ടെക്സ്റ്റ്. ഗ്രിഗാറിയസ്നെസ് എന്താണെന്ന് നോക്കി വെക്കുക. ദെൻ ആബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ടെൻഡൻസിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അടുത്തത് ഞാൻ എടുക്കുന്ന ഭാഗം പാർട്ട് 4 ആണ്. പാർട്ട് 4 യൂണിറ്റ് 1 തുടങ്ങി 4 വരെയാണ് എടുത്തത് അല്ലേ? യൂണിറ്റ് 1 to 4 അല്ലേ? അതെ മിസ്. യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റിൽ ആ പറയുന്ന പോയിന്റുകളൊക്കെ, അതായത് എന്താണ് സ്കൂൾ മാനേജ്മെന്റ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ എന്തൊക്കെയാണ് സ്കൂൾ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്, ആ പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കാം. അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പഠിക്കണ്ട,
മറിച്ച് കാര്യങ്ങള് നോക്കി വെക്കുക, ഓരോ പോയിന്റ് നോക്കി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്യാൻവാസിങ് നോക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ക്യാൻവാസിങ്, ഇൻഡോർ ക്യാൻവാസിങ്, നെഗറ്റീവ് ക്യാൻവാസിങ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വെക്കുക. മിസ്സേ, ആ ടൈപ്പ് ഓഫ് ക്യാൻവാസിങ് ആണെങ്കിൽ 2 ടൈപ്പ് ആണോ 3 ടൈപ്പ് ആണോ? അത് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ എക്സാമിന് 3 ടൈപ്പ് എന്ന് പറഞ്ഞപ്പോ അത് തെറ്റാ കാണിച്ചത്, 2 ടൈപ്പ് എന്ന് കാണിച്ച. തെറ്റാണ് കാണിച്ചത് അല്ലേ? അത് 3 ഉണ്ടായിരുന്നു ഓപ്ഷനില്. 3 ഉണ്ടായിരുന്നു, 3 ആ കൊടുത്തത്. അന്നേരം 3 ആണ് കേട്ടോ. 3 തരമാണുള്ളത് കേട്ടോ. അത് ആ ആ. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആയിരിക്കും. 3 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അടുത്തത് ഓഫീസ് മാനേജ്മെന്റില് നോക്കുന്നത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ്. ഏതൊക്കെ ഫയലുകളാണ് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത്? അതിനകത്ത് മിറർ എന്താണെന്ന് ചോദിക്കാം. മിറർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡീറ്റെയിൽസ് അബൌട്ട് ദി സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസിനെയാണ് മിറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ഫയൽസ് എല്ലാവരും എന്തൊക്കെ റെക്കോർഡുകളാണെന്ന് നോക്കി വെക്കുക. മിററിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ താഴെ തന്നിരിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ തരും, എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ പിക്ചർ, അതായത് സയൻസ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ്, ചിലപ്പോൾ മോർണിംഗ് സ്പോട്ട് ആയിരിക്കാം, ഫുൾ പ്രസന്റ് ആയിരിക്കാം, അത് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? വർക്ക് ഫാക്ടർ ഉണ്ട്, കോസ്റ്റ് ഫാക്ടർ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. സ്കൂൾ ഹെഡിന്റെ ചോദ്യം വരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫീസ് ചോദിക്കാം. ഓപ്പണിംഗ് ഫീ എന്താണ്, ട്യൂഷൻ ഫീ എന്താണ്, അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പഠിക്കുക കേട്ടോ. എക്സാം ഫീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഫീ, ഇപ്പോ ആൻസർ പേപ്പർ ത്രെഡ്, അതൊക്കെ വരാം ചിലപ്പോൾ ക്വസ്റ്റ്യനില്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ടൂറും ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ടൂർ ഉണ്ട്, ലോക്കൽ ടൂർ ഉണ്ട്. അപ്പൊ പ്ലേസുകൾ എന്താണ്? ലോക്കൽ ടൂർ എന്ന് പറഞ്ഞാൽ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം. അതൊക്കെ എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്നാണ് അന്ന് നോക്കി വെക്കുക. വാക്കിംഗ് ടൂർ ആണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത്. അത് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ചിലപ്പോ പിക്ചർ ഉണ്ടാവാം. ഈ ഒരു പിക്ചർ ചോദിച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് കൊടുക്കാം. ചിലപ്പോൾ ഇതിനകത്ത് സെന്റർ ഉണ്ടാവില്ല, അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ചില സമയത്ത് റിസീവർ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ 3 പിക്ചേഴ്സ് നോക്കി വെക്കുക കേട്ടോ. ഷാനൻ വീവർ മോഡൽ നോക്കുക, ദെൻ ഈ ഒരു പിക്ചർ നോക്കുക, ദെൻ ഈ ഒരു ലാസ്റ്റത്തെ ഒരു വലിയ പിക്ചറും കൂടി നോക്കുക. ഓക്കെ, പിന്നെ എന്താണ് സെന്റർ എന്ന് അറിഞ്ഞിരിക്കുക. എൻകോഡിങ് എന്താണ്, മെസ്സേജ് ചാനൽ എന്താണ്. ഓക്കെ, മീഡിയം ആണല്ലോ ചാനൽ, അതൊക്കെ ചോദിക്കാം. അതൊക്കെ അറിഞ്ഞു വെക്കുക കേട്ടോ. പിന്നെ നോയ്സ് എന്താണ്, ഇതിനകത്ത് പ്രധാനമായിട്ടും സെന്റർ ചോദിക്കാം, ചാനൽ ചോദിക്കാം, അതുപോലെ തന്നെ നോയ്സ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അത് നോക്കി വെക്കുക. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ഇത് ചോദിക്കാം കേട്ടോ. വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കുക. അവിടെ ടീച്ചർ ഫോഴ്സ്ഫുൾ ആണ്, മാത്രമല്ല ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് ലെക്ചർ ബേസ്ഡ് അല്ലെ. പിന്നെ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താണ്, അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ അത്തരത്തില് കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതുകൂടി നോക്കി വെക്കുക. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
അത്രേ ഉള്ളൂ കേട്ടോ. കിട്ടിയല്ലോ? എല്ലാരും നോട്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ഏതായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ ആർക്കും? പ്രാക്ടിക്കൽ ഏരിയയില് പറഞ്ഞത് ഇൻട്രോ പറഞ്ഞു മിസ്. ഇൻട്രോ പറഞ്ഞു. ഇൻട്രോ. പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ് പറഞ്ഞായിരുന്നോ? അതിൽ 6 പോയിന്റ് വരെ പറഞ്ഞു. 6 പോയിന്റ് വരെ പറഞ്ഞു. ഇനി അടുത്തതാണ് പറയാനുള്ളത് അല്ലെ. ദ ഫോളോവിംഗ് പോയിന്റ്സ് ഓൾസോ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈ പ്രിപ്പയറിംഗ് ദ മെറ്റീരിയൽസ് ഓഫ് ദ മോണ്ടിസോറി പ്രാക്ടിക്കൽ ഏരിയ മെറ്റീരിയൽസ്. അതായത് മോണ്ടിസോറി പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിന്റെ യൂസേജ് വരുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളിത് റീഡ് ചെയ്തായിരുന്നോ? ഇത് പറഞ്ഞു. അതിനകത്ത് എത്ര പോയിന്റ് വരെ പറഞ്ഞു ഞാൻ? 6 പോയിന്റ് വരെ പറഞ്ഞു. എല്ലാം പറഞ്ഞു. എക്സസൈസ് ഗ്രൂപ്പ് വരെ തുടങ്ങണം. 3 പോയിന്റ് വരെ പറഞ്ഞോളൂ. 3 പോയിന്റ് വരെ പറഞ്ഞോളൂ. അതെ. 3 പോയിന്റ്. അതെ അതെ. ഓക്കെ ഓക്കെ. മെറ്റീരിയൽസ് കുട്ടികളുടെ കയ്യെത്തി പിടിക്കാവുന്ന അകലത്തിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അത് റൈറ്റ് സൈസിലായിരിക്കണം, ശരിയായ സൈസ് ആയിരിക്കണം. കുട്ടികളുടെ കൈ എന്ന് പറയുന്നത് ചെറുതാണ്, അപ്പൊ അവരുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലായിരിക്കണം അതിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റും അങ്ങനെ ആയിരിക്കണം. പിന്നെ വലിയവര് എടുക്കുന്ന ഭാരം, വെയിറ്റ് കുട്ടികൾക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലേ? അപ്പോ അത്തരത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇൻടാക്ട്, കേടുകൂടാതെ സൂക്ഷിക്കണം. ഓക്കെ, ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ കേടുകൂടാതെ എന്നാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലായിരിക്കണം നമ്മളത് കീപ്പ് ചെയ്യേണ്ടത്. നാലാമത്തെ പോയിന്റ്, are exact among themselves with the expression of the variable quality which they possess. അതായത് ഇവിടെ പറയുന്നത് എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വളരെ, അതായത് ഇപ്പോ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് മറ്റു മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. നമുക്കറിയാം വുഡിന്റെ അതായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. വുഡാണ്, അതായത് മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഏറെക്കുറയും ഉള്ളത് വുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, അതും നല്ല ക്വാളിറ്റി ഉള്ള വുഡാണ് ഉപയോഗിക്കുക. അപ്പോ ഇത് ഉപയോഗിക്കുമ്പോൾ, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എന്താ പറയാ വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു മെറ്റീരിയൽ എടുത്തു അത് വുഡാണ്, ഒരു മെറ്റീരിയൽ എടുത്തത് പ്ലാസ്റ്റിക് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ക്വാളിറ്റിയിലുള്ള വുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള പാരറ്റസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതാണ് കേട്ടോ നാലാമത്തെ പോയിന്റ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ്, ഷുഡ് ബി ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി. അതായത് ഇത് ലിമിറ്റഡ് ആയിരിക്കണം. നമുക്കറിയാം, നമുക്ക് ഒരു സാധനം കുറെ അധികം ലഭിച്ചാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? കുറെ അധികം ഉണ്ടെങ്കിൽ അധികമായാല് അമൃതം വിഷം അല്ലെ. അതായത് കുട്ടികൾക്ക് നമ്മളൊരു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ചിലപ്പോ ഒരു കുട്ടിക്ക് 2 ചോക്ലേറ്റ് ആയിരിക്കും ആ കുട്ടിക്ക് ആവശ്യമായിട്ട് വരിക. അതായത് ആ കുട്ടിയുടെ വയറിനെയും മനസ്സിനെയും തൃപ്തിപ്പെടുത്തുന്നതിന്, സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് 2 ചോക്ലേറ്റിന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. ആ സമയം 10 ചോക്ലേറ്റ് ആണ് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എന്താ കുട്ടി ചെയ്യുന്നത്?
എന്താ ചെയ്യാ? മുഴുവനും തിന്നാനായിട്ട് നോക്കുവോ? തിന്നിരിക്കും, പക്ഷേ അത് ചിലപ്പോ വേസ്റ്റ് വരുത്താൻ സാധ്യത കൂടുതലാണ്. അല്ലേ? വേസ്റ്റ് ആക്കില്ലേ അത്? നമ്മളൊരു സാധനം കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അത് വേസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ? ആണോ അല്ലയോ? യെസ്. ആ, അപ്പോ അതുപോലെ തന്നെ, അതായത് മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലായിരിക്കണം അത് ഉണ്ടായിരിക്കേണ്ടത്. കുറേ അധികം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാനായിട്ട് പാടില്ല. മാത്രമല്ല എല്ലാവർക്കും തുല്യമായിട്ടായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. Okay, the last point are available to the child at the time he prefers to perform. Therefore, they are the means for it to become normalized. അതുപോലെ തന്നെ കുട്ടികൾക്ക് ചിലപ്പോ നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, ഇപ്പോ കുട്ടിയെ രാവിലെ വിളിക്കുകയാണ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, പക്ഷെ കുട്ടി ഒട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പോ ആ സമയത്ത് കുട്ടി അത് ചെയ്തില്ലെങ്കിൽ, ആ ഒരു ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് സമയം കൊടുക്കുക ചെയ്യാനായിട്ട്. ഒരിക്കലും കമ്പൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതാണ് ആ ലാസ്റ്റ് പോയിന്റ് കേട്ടോ. അപ്പോ അവര് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സമയത്ത് അവര് എന്താ പറയാ, നല്ല രീതിയിൽ എന്താ പറയാ, ഒരു ഉന്മേഷത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ ടൈം അനുസരിച്ച് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവരെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. ഓക്കെ, 6 പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. then അടുത്തത് നിങ്ങളത് വായിക്കുക കേട്ടോ. എക്സസൈസ് ഗ്രൂപ്പ്സ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. സമീറ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എക്സസൈസ് ഗ്രൂപ്പ്സ്? സമീറ. Yes, miss. Exercise group. There are 4 different types of exercise group ഉണ്ട്. Preliminary, applied application, care of self and grace and courtesy. Preliminary applicationൽ വരുന്നത് ബേസിക് മൂവ്മെന്റ്സ് ആണ്. അത് pouring, folding and carrying ഒക്കെ. രണ്ടാമത്തേല് അപ്ലൈഡ് എക്സസൈസ് ആണ്. അത് നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ എൻവയോൺമെന്റിന് കെയർ ചെയ്യാനുള്ള, ക്ലീൻ ചെയ്യാനുള്ള ഒക്കെ എക്സസൈസ് ആണ്. സെൽഫ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഹൈജീൻ, ബ്രഷിംഗ്, കോംബിംഗ് ഒക്കെ വരുന്നതാണ്. 4ാമത്തേത് ഇൻ ദി ഗ്രേസ് ഓഫ് ആൻഡ് കോർട്സി എക്സസൈസ്. അത് മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതി ഒക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. അല്ലേ?
അതായത് എക്സസൈസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിനെ നമുക്ക് എന്താ പറയാ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തരംതിരിക്കാം. അതിനകത്ത് ഒന്ന് പ്രിലിമിനറി ആണ്, ദെൻ അപ്ലൈഡ് ആപ്ലിക്കേഷൻ, കെയർ ഓഫ് സെൽഫ് ആൻഡ് ഗ്രേസ് ആൻഡ് കേർട്ടസി. അതില് പ്രിലിമിനറി എക്സസൈസിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. ദ ചൈൽഡ് ലേൺസ് ദ ബേസിക് മൂവ്മെന്റ് ഓഫ് ഓൾ സൊസൈറ്റീസ് സച്ച് ആസ് ഫോറിംഗ്, ഫോൾഡിംഗ് ആൻഡ് ക്യാരിയിങ്. അതായത് ഈ പ്രിലിമിനറി എക്സസൈസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ബേസിക് മൂവ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പോറിംഗ്. പോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോറിംഗ് എന്താ? പോറിംഗ് ആക്ടിവിറ്റി ഞാൻ ഇത് പിക്ചർ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിക്ചർ. പോറിംഗ് എന്താണ്? വാട്ടർ പോറിംഗ് എന്താ? വാട്ടർ പോറിംഗ് ഒരു പാത്രത്തിൽ നിന്ന് അടുത്ത പാത്രത്തേക്ക് പകർത്തണം. അതായത് ഇപ്പൊ ഒരു ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തുന്നത് അല്ലെ, അതിനെയാണ് പോറിംഗ്. വാട്ടർ പോറിംഗ് എന്ന് പറഞ്ഞാല് വെള്ളം ഒരു ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്കോ പകർത്തുന്നതിനെയാണ് പോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാറുണ്ടോ ഇത്തരത്തിലുള്ള എക്സസൈസ്? കൊടുക്കാറുണ്ടോ വീട്ടില്? കൊടുക്കാറില്ല. ഇപ്പൊ ഗ്ലാസ്സിലേക്കാകാം അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലേക്കാകാം, അങ്ങനെ പലതുണ്ട് കേട്ടോ. ഓക്കെ, കൊടുക്കാറുണ്ട് അല്ലെ. ഈ ഒരു പോറിംഗ് എന്ന് പറയുന്നത് ബേസിക് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് ആദ്യ സ്റ്റേജിൽ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ കിച്ചണിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓരോ കിച്ചണിലും ഓരോരോ എന്താ പറയാ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോ കുഞ്ഞുങ്ങളെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രിലിമിനറി എക്സസൈസിൽ വരുന്നതാണ് എന്ത്? പോറിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോൾഡിങ് വരുന്നുണ്ട്. ഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾഡിങ് മടക്കുക. മടക്കുക. ഇപ്പൊ നിങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് തുണിയൊക്കെ മടക്കി വെപ്പിക്കാറുണ്ടോ? ഡ്രസ്സൊക്കെ മടക്കി വെപ്പിക്കാറുണ്ടോ? ചെയ്യാറുണ്ട് അല്ലെ. അവരെ കൊണ്ട് അവരുടേതായിട്ടുള്ള, ഇപ്പൊ നമ്മളുടെ ഡ്രസ്സൊന്നും അല്ല കേട്ടോ, അവരുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഫോൾഡിങ് വരും. അതുപോലെ തന്നെ ക്യാരിയിങ്. ക്യാരിയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് ചുമന്നു കൊണ്ടുപോകുന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഒരു കുഞ്ഞി കസേര ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറയുമ്പോൾ എന്ത് ചെയ്യാണ്? അത് അവര് കയ്യിൽ പിടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അപ്പൊ അത് ക്യാരി ചെയ്ത് എന്ത് ചെയ്യുന്നു? കൊണ്ട് പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ആക്ടിവിറ്റികളാണ് ഈ പ്രിലിമിനറി എക്സസൈസിൽ എന്ത് ചെയ്യുക? കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, the next one in the applied exercise. Applied exercise എന്ന് പറയുമ്പോൾ the child learns about the care and maintenance that helps everyday life. These activities are, for example, the care of the environment. ഓക്കെ, അതായത് ഈ ഒരു എന്ന് പറയുന്നത് അപ്ലൈഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എൻവയൺമെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. അതായത് ആ സറൗണ്ടിങ്സ്, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകള്, അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നു. അതായത് ഇപ്പൊ ഒരു എന്താ പറയാ എൻവയൺമെന്റിൽ പ്രകൃതിയിലുള്ള പക്ഷികളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നു, ജീവജാലങ്ങളെ കുറിച്ച്, സസ്യങ്ങളെ കുറിച്ച്, പ്ലാന്റ്സിനെ കുറിച്ച്, അങ്ങനെ എൻവയൺമെന്റുമായിട്ട് കൂടുതൽ റിലേറ്റഡ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, സ്റ്റാറുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നു, സ്കൈ എന്താണെന്ന് അറിയുന്നു. ഇതൊക്കെ എന്താണ്? അപ്ലൈഡ് എക്സസൈസിൽ വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാല് in the case of self exercise, അതായത് child learns to do activities related to personal hygiene, brushing, combing, etc. അതായത് വ്യക്തി ശുചിത്വത്തെ കുറിച്ച് പഠിക്കുക പിന്നീടുള്ളതാണ് കേട്ടോ. അതായത് എന്താണ്? ചില ആക്ടിവിറ്റീസ് നമ്മുടെ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ടതുണ്ട് അല്ലെ. എന്തൊക്കെയാണത്? ബ്രഷിങ് വരും അല്ലെ. അതായത് കുഞ്ഞു തനിയെ ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്നു, അതുപോലെ മുടി ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ എന്താണ്? ഈ ഒരു സെൽഫ് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, in the grace and courtesy exercise, അതായത് ഇതിൽ വരുന്നത് the children work on the interaction of people to people. അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അപ്പൊ ഒരു മുതിർന്ന വ്യക്തിയെ കാണുമ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യുക, ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുക,
അല്ലെങ്കിൽ എന്താ പറയാ ഗുഡ് മോർണിംഗ് പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കൂപ്പുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, നമസ്കാരം പറയാ അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറയാ. അതൊക്കെ എന്താ പറയാ കുട്ടികളുടെ ഗ്രേസ് ആൻഡ് കോർട്ടസി എക്സസൈസുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയിലെ ഗ്രേസ് ആൻഡ് കോർട്ടസി എക്സസൈസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 രീതിയിൽ, അതായത് 4 സ്റ്റേജുകളായിട്ട് കുട്ടികളുടെ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ അവരുടെ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ലൈനിലൂടെ അവർ നടക്കുമ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ക്യൂ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് നടക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നു. അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിക്കുന്നു, ഇംപ്രൂവ് ആവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അത്രയും ഉള്ളോട്ട് 4 പോയിന്റുകൾ മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞതാണ്. Then reasons for practical life exercises and characteristics of practical life exercises നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അസൈൻമെന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് നിന്ന് ഞാൻ തരുന്ന അസൈൻമെന്റ് ആണ് റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ്. അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവുന്ന കാര്യം ഒരു 10 സെന്റൻസിൽ കൂടാതെ എഴുതുക. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? 2ൽ നിന്നും കേട്ടോ. റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, മനസ്സിലായോ? ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഏതൊക്കെയാണ് റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ്. ഓക്കെ, അത് ഇടാ കേട്ടോ. ഇനി കുട്ടികളുടെ മോട്ടോർ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില എക്സസൈസുകൾ ഉണ്ട്. അതിനെ ഇൻട്രോഡക്ടറി എക്സസൈസ് എന്നും പറയും, ലേറ്റ് എക്സസൈസ് എന്നും പറയും. അതായത് കുട്ടികൾ അവരുടെ വളർച്ചയുടെ ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യേണ്ട എക്സസൈസ് ആണ് ഇൻട്രോഡക്ടറി എക്സസൈസ്. പിന്നീട് ചെയ്യേണ്ടതാണ് ലേറ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഒരാളൊന്ന് വായിച്ചേ, ആരാ വായിക്കാം? ഇൻട്രോഡക്ടറി എക്സസൈസില് എന്തൊക്കെയാ വരുന്നേ? വായിക്കൂ, ഒരാൾ വായിക്കൂ, മിണ്ടാതിരിക്കരുത്. Exercise for the development of motor skills. Introductory exercises: rolling and unrolling, sitting and standing, carrying, pulling, pouring, transferring. Second, late exercises: folding and unfolding, squeezing, transferring, pegging, sweeping. Okay. Then development of infinity എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അതില് വരുന്ന 3 പോയിന്റുകളാണ് ത്രെഡിങ് ആൻഡ് ബീഡിങ്, കട്ടിങ്, പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ്. അപ്പൊ ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വരുന്നതെന്ന്. കാണുന്നുണ്ടോ? Yes, miss. കാണുന്നുണ്ടല്ലേ? ആർക്കൊക്കെ ക്ലാസ് കേറാൻ പറ്റുന്നില്ല പോലും. ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ലേ? ഇല്ല, കോഡ് ചെക്ക് ചെയ്യ്, ലിങ്ക് ചെക്ക് ചെയ്യുന്നൊക്കെ പറയുന്ന പോലും. കോഡ് ചെക്ക് ചെയ്യാൻ എത്ര പേർക്കാ കയറാൻ പറ്റാത്തെ? ഒരു 4 പേരോ 5 പേരായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രൂപ്പ് പറയുന്ന കേട്ടതാ. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഞാനിപ്പോ കേറിയതാ. ലീവ് കോൾ അടിച്ചപ്പോ ഉഷച്ചേച്ചിക്കൊന്നും കയറാൻ പറ്റുന്നില്ല പോലും. ഗ്രൂപ്പ് പറയുന്ന കണ്ടതാ. കോഡ് ചെക്ക് ചെയ്യുന്നു അങ്ങനെ പറയുന്നത് അല്ലേ? ആ പോലും. ഇന്നലത്തെ ലിങ്കിൽ
അതാ ഇന്നലെ ദിശാമിസിന്റെ ലിങ്ക് വേറെ ആയിരുന്നല്ലോ, ഇനി അതിൽ കയറിയതായിരിക്കും. അല്ല, അവര് കയറി പോലും. അപ്പൊ ആതിര മിസ്സിന്റെ ക്ലാസ്സിലാ പോലും അവര് കയറിയത് ഇത്ര സമയമായിട്ട്. അതെയോ? ആ ഒരു മിനിറ്റ് ഇട്ട് ഞാനൊന്ന് ഇവിടെ പറഞ്ഞു നോക്കട്ടെ, ഒരു സെക്കൻഡ്. ആ ഓക്കെ. ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, ബോർഡ് ചെക്ക് ചെയ്യാൻ പറയുന്നു. ഇവിടെ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഗൂഗിളിന്റെ എന്തോ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞേ. അവര് നമ്മളെ കോഡ് തന്നെയാണ് അടിച്ചു കൊടുത്തത് പോലും, പക്ഷെ കിട്ടുന്നില്ല ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യ, അവര് കേറാം ഒന്ന് വാട്സപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാട്ടോ അവർക്ക്. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. ഓക്കെ, നോക്കിയാ നിങ്ങള് ഇൻട്രൊഡക്ടറി എക്സസൈസിൽ വരുന്ന ഒരു ആക്ടിവിറ്റി ആണിത് കേട്ടോ. ഈ ആക്ടിവിറ്റിയുടെ പേരെന്താ മെൻഷൻ ചെയ്തേ? എന്താ കാണുമ്പോ എന്താ മനസ്സിലാവുന്നത്? കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇതെന്താ ആക്ടിവിറ്റിയാ? ഒരു കുഞ്ഞു ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് സ്പൂൺ ഉപയോഗിച്ച് എന്തോ സാധനങ്ങൾ പകർത്തുക ചെയ്യുന്നത് അല്ലേ? സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. സ്പൂണിങ് കേട്ടോ, സ്പൂണിങ്. അപ്പൊ ഞാനിത് കാണിക്കുന്നത് വെറുതെ അല്ല, ഇത് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ഇത് മുൻപത്തെ എല്ലാ ബാച്ചിലെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച കാര്യമാണ്. എന്നിട്ട് ഞാനൊരു നമ്പർ തരും, ആ നമ്പറിലേക്ക് ഇതൊന്ന് സെൻഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? ചിലപ്പോ ഇനി എനിക്ക് കേറാൻ പറ്റിയില്ലെങ്കിൽ അപർണ മിസ്സിനോടോ അല്ലെങ്കിൽ ജിഷ മിസ്സിനോടോ അപർണ മിസ്സിനോടോ ആതിര മിസ്സിനോടോ ഞാൻ പറഞ്ഞേക്കാം, നമ്പർ അവര് തരും കേട്ടോ. അപ്പോ എല്ലാവരും നിർബന്ധമായിട്ട് ഇത് ചെയ്തിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റോ അതിൽ കുറെ എത്രയാണ് 10 മിനിറ്റ്, അതിൽ കൂടണ്ട. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പല കാര്യത്തിലുള്ള ഇത് ഉപയോഗിക്കാം. അതായത് പലതരം പൾസസ് ഉപയോഗിക്കാം. ഇപ്പൊ കടല ഉപയോഗിക്കാം, പയർ ഉപയോഗിക്കാം, പരിപ്പ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് പകർത്താം. ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് നിങ്ങളിത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് ആ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതല് അവസാനം വരെ അവനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അവന്റെ കോൺസെൻട്രേഷൻ നല്ല രീതിയിലാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ കണ്ണും അവന്റെ കൈയും ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, ഐ ഹാൻഡ് കോർഡിനേഷൻ ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എത്ര സമയം കൊണ്ടാണ് കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എടുത്തു തീർത്തത്, ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം നിങ്ങൾക്കിത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളതാണ് ഇനിയുള്ള ക്ലാസ് റൂമുകളിലൊക്കെ പോകുമ്പോ അല്ലെ, ടീച്ചറായിട്ട് പഠിപ്പിക്കാനൊക്കെ പോകുമ്പോഴും മോണ്ടിസോറി സ്കൂളിലാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോ ഇതാണ് സ്പൂണിങ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഈ പിക്ചർ ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് തമ്പ് കാണാൻ സാധിക്കുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ് മിസ്. അടുത്തൊരു ആക്ടിവിറ്റിയാണ് ഇത്. നമുക്ക് ക്ലാസ്സിന് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ലൈവായിട്ടൊന്ന് കാണിക്കണം അടുത്ത ക്ലാസ്സോടെ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്ക് ആണ് ഇതിന്റെ ക്ലാസ് വരിക. അപ്പോ അന്നേരം ക്ലാസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക.
അപ്പൊ നിങ്ങൾക്ക് സ്പൂണിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇത് എന്താണ്, ഇത് എന്ത് ആക്ടിവിറ്റിയാണ്? folding, എന്ന് പറയുന്നത് റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആണ് കേട്ടോ. റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ് ആണ്. എന്താണ് ഉപയോഗിക്കുന്നത്? ആ കുട്ടി എന്താ ഉപയോഗിക്കുന്നത് അവിടെ? mat, മാറ്റ് ആണ്. അപ്പോ നമ്മുടെ മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയാം മാറ്റ് എന്ന് പറയുന്നത്. മാറ്റ് വിരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യിപ്പിക്കുക. അപ്പോ എങ്ങനെയാണ് ഒരു മാറ്റ് റോള് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അൺറോള് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യണം? കുട്ടികളെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, ഇന്ന രീതിയിൽ മടക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് മടക്കേണ്ടത്, എങ്ങനെയാണ് അത് നിവർത്തേണ്ടതെന്നൊക്കെ ഒരു രീതി ഉണ്ട് അതിന്. നമ്മുടെ ഫിംഗർ വെച്ചിട്ട്, അതായത് ഈ ഫിംഗർ വെച്ചിട്ട്, അതായത് നമ്മുടെ ഈ ഒരു 2 ഫിംഗർ ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് അത് റോൾ ചെയ്യേണ്ടതും അൺറോൾ ചെയ്യേണ്ടതും. ഇനി കുട്ടികളുടെ കേസിലാണെങ്കിൽ നമുക്ക് അവരെ കമ്പലയിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവര് എല്ലാ ഫിംഗർ ഉപയോഗിച്ചിരിക്കും. 5 കൊണ്ടോ ഈ പിക്ചറിൽ കാണുന്ന കുട്ടി 5 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കുട്ടി അത് റോൾ ചെയ്യുന്നതും അൺറോൾ ചെയ്യുന്നതും. ഓക്കെ, അപ്പോ അതെങ്ങനെയാണത് റോൾ ചെയ്യേണ്ടത് അൺറോൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിന് സമയം ഉണ്ടെങ്കിൽ, ആരെങ്കിലും വില്ലിങ് ആണെങ്കിൽ, ഈ മാറ്റ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ്സസ് നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിവിറ്റി കാണിക്കാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? ആണോ ഇല്ലയോ? അതെ, ഓക്കെ. അപ്പൊ ദിസ് ഈസ് റോളിംഗ് ആൻഡ് അൺറോളിംഗ്. പിന്നെ അതുപോലെ തന്നെ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഉണ്ട്. അതിന്റെ പിക്ചർ ഇവിടെ അവൈലബിൾ അല്ല. അതായത് എണീറ്റ് നിൽക്കുന്നത് നമുക്കറിയാം, ക്ലാസ് റൂമിലൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ടീച്ചർ വന്നാൽ എണീക്കുന്നു, ടീച്ചർ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. അപ്പൊ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എണീറ്റ് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇരിക്കുന്നതുമാണ്. ദെൻ ഈ ഒരു ആക്ടിവിറ്റി, പിക്ചറിൽ കാണുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാരിയിങ് ആണ് കേട്ടോ. എന്താ കുട്ടി ചെയ്യുന്നേ അവിടെ? chair carry ചെയ്തുണ്ടോ? ചെയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെ? കുഞ്ഞിന് ആ വെയിറ്റ് താങ്ങാൻ പറ്റുന്നുണ്ടോ? Yes, നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ കാണുന്നത്? എന്താ? ഷെൽഫ് ഉണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂം ആണ്. എന്താണ് അത്? മോണ്ടിസോറി ക്ലാസ് റൂം ആണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സാധനങ്ങള് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതില് എന്താ മെറ്റീരിയൽ, ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റീരിയൽ എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? വുഡാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് വലിയ രീതിയിലുള്ള ചെയർ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് അല്ലെ? ചെയർ എങ്ങനത്തെയാ? വലിയ ചെയർ ആണോ കുഞ്ഞിന്റെ കയ്യിലുള്ളത്? കുഞ്ഞിന് താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ചെയറാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നോക്കി, എല്ലാം ക്ലീൻ അല്ലേ? എന്തെങ്കിലും ഒരു വൃത്തികേടുണ്ടോ അവിടെ? ഇല്ലല്ലോ, എല്ലാം ക്ലീൻ ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നേ? പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിലല്ലേ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും മുകളിലാണോ ഷെൽഫ് കൊണ്ട് വെച്ചിരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാരിയിങ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പിന്നെ സ്പൂണിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, ഇതെന്താ? ഇതാണ് പോറിങ്. ഓക്കെ, പോറിങ് ആണ് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ടേബിൾ, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും താഴ്ത്തിരുത്താനായിട്ട് ശ്രദ്ധിക്കരുത്. ഒരു ടേബിൾ കൊടുക്കുക, ഒരു ചെയർ കൊടുക്കുക, പറ്റുമെങ്കിൽ ഒരു മാറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മീതെയാണ് ഈ ഇത് വെച്ചിട്ട്, അതായത് ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പോറ് ചെയ്യേണ്ടത് കേട്ടോ. പോറിങ്.
ഇതെന്താ ആക്ടിവിറ്റിയാ? Squeezing. സ്ക്വീസിംഗ് ആണ് കേട്ടോ. സ്ക്വീസിംഗ് അതായത് പിഴിയാണ് അല്ലെ, നാരങ്ങ മുസമ്പിയാണെന്ന് തോന്നുന്നു, അതെടുത്ത് കുഞ്ഞു പിഴിയുവാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വീടുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു കാര്യം പറയാം. ഇപ്പൊ കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരുവിധം വലുതായ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് ചില അമ്മമാര് പറയാറുണ്ട് അവരുടെ ഡ്രസ്സ് തനിയെ വാഷ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞെന്ത് ചെയ്യാറുണ്ട്? സ്ക്വീസ് ചെയ്യാറുണ്ടോ? ഡ്രസ്സ് പിഴിയാറുണ്ടോ? പിഴിഞ്ഞിട്ടല്ലേ നമ്മൾ അഴയിലിട്ടിടുന്നത് ഉണക്കാനായിട്ട്, ഡ്രൈ ആവാനായിട്ട്, ആണോ? അതെ. അതെ. അപ്പൊ അതും നമുക്ക് ഇതിനകത്ത് പെടുത്താവുന്നതാണ് കേട്ടോ, സ്ക്വീസിങ്. ഓക്കെ. നെക്സ്റ്റ് ഇത് പെഗ്ഗിങ് ആണ് കേട്ടോ. പെഗ്ഗിങ് ഇങ്ങനെ ചെയ്യാറുണ്ട് കുട്ടികൾ. അതായത് എന്താണത്? ആ മെറ്റീരിയൽ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി നമ്മൾ ഇതാണല്ലേ, പിന്നാണ്. ആ ഓക്കെ. അപ്പൊ ഇതിനെയാണ്, അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു ആക്ടിവിറ്റിയെയാണ് നമ്മൾ പെഗ്ഗിങ് എന്ന് പറയുന്നത്. ഇതെന്താ? ലേറ്റ് എക്സസൈസ്, ലേറ്റ് അല്ല, ഏറ്റവും ലാസ്റ്റത്തെ എക്സസൈസിൽ ഫസ്റ്റ് ആയിട്ടാണ് പറയുന്നത് ത്രെഡിങ് ആൻഡ് ബീഡിങ്. ത്രെഡിങ് ആൻഡ് ബീഡിങ് കേട്ടോ. മുത്ത് കോർക്കുന്നത്, നൂല് മുത്തുമായിട്ട് കോർക്കുന്നത്. ഓക്കെ. ഇതെന്താണെന്ന് മനസ്സിലായോ? Gluing. Pasting and gluing. പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ്. പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ് ആക്ടിവിറ്റി ആണ് കേട്ടോ അത്. ഓക്കെ. ഇതെന്താ? Cleaning. സ്വീപ്പിംഗ് ആണ്. സ്വീപ്പിംഗ് കേട്ടോ. സ്വീപ്പിംഗ് ആക്ടിവിറ്റി ആണ് കുഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. പോറിംഗ് പറഞ്ഞു, അത് പറഞ്ഞു. ഇതെന്താ? Cutting. കട്ടിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെ. ഇതിനകത്ത് ചില ആക്ടിവിറ്റികൾ ഞാൻ പറയാം. അത് പറ്റാവുന്നവര് ലൈവ് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ എന്താണോ അത് തന്നെ പ്രസന്റ് ചെയ്തത് അത് തന്നെ വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി നമ്പറിലേക്ക് കേട്ടോ. അങ്ങനെയും ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി പറയാണ് ഞാൻ. റോളിംഗ് മാറ്റ് ആരാ ചെയ്യാ? ഇതിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യാം. ഇനി അത് വായിച്ചിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് നോക്കിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് ആരാ ചെയ്യാ? റോളിംഗ് ഞാൻ എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. അത് റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ് ആരാ ചെയ്യുന്നേ? പേര് പറയൂ വേഗം. ഞാൻ ചെയ്യാം മാം. പേരെന്താണ്? സൈഫുന്നിസ. സൈഫുന്നിസ. ഓക്കെ. അപ്പോ ആ ആക്ടിവിറ്റി ചെയ്യാം. ഇത് വായിച്ചു നോക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഉണ്ടാകും, അത് നോക്കിയിട്ട് ചെയ്താലും മതി. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. അടുത്തത് സ്പൂണിങ് ആക്ടിവിറ്റി ആണ്. സ്പൂണിങ് ആരാ ചെയ്യാം? ആരുടെ പേരെന്താ? എന്താ? രാധിക. ഓക്കെ. സ്പൂണിങ് ആക്ടിവിറ്റി അപ്പൊ രാധിക ചെയ്യാം. നിങ്ങളൊന്നും ക്ലാസ്സിൽ കേറാറില്ലേ? ഞാൻ കാണാറില്ലല്ലോ. ഇന്ന് കുറെ പേരുണ്ട് പക്ഷെ. എന്റെ ഇടയ്ക്ക് കേറാറുള്ളൂ. എന്റെ ക്ലാസ് കൊറേ മിസ്സായി. ഞാനിപ്പോ അടുത്താ കയറാൻ തുടങ്ങിയത്. ഫെബ്രുവരി വരെ കറക്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് കൊറേ ക്ലാസ്സിന്റെ മിസ്സായി.
പിന്നെ എനിക്ക് ഇത് ക്വിറ്റ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് കേറാൻ കഴിയുണ്ടായില്ല, ഒരുപാട് ക്ലാസ് മിസ്സായപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേറാൻ തുടങ്ങിയിട്ട്. അതെ അല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര 25 പേരെ ഇതിനകത്ത് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഫെബ്രുവരി വരെ ഞാൻ ഉണ്ടായിരുന്നു മിസ്, മാർച്ച് തൊട്ടാണ് കേറാണ്ടായത്. മിസ്സിന്റെ ക്ലാസ്സിലൊക്കെ കയറിയായിരുന്നു. മിസ്സിന്റെ ക്ലാസ്സിലൊക്കെ ഓക്കെ. കയറിയിട്ടുണ്ട്. എപ്പോഴേ അതിന്റെ ഇടയിലൊക്കെ ചില ക്ലാസ്സുകൾ ഒക്കെ റെക്കോർഡ് കേൾക്കുക ചെയ്യാറ്. അതാണ്. ഓക്കെ. വേറെ അപ്പൊ രാധിക സ്പൂണിങ് ആക്ടിവിറ്റി അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, അതേ ആക്ടിവിറ്റി തന്നെ നിങ്ങൾ വീഡിയോ എടുത്ത് വെക്കുക. ആ ആ. ഇതിനകത്ത് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതിനുവേണ്ടി പ്രത്യേകം മേടിക്കൊന്നും വേണ്ട, കയ്യിലുള്ളത് വെച്ച് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല, പക്ഷെ ഇല്ലെന്നും പറഞ്ഞ് നിങ്ങളത് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാം. അടുത്തത് ഡ്രൈ പോറിംഗ് ആണ്. ഡ്രൈ പോറിംഗ് ആരാ ചെയ്യുന്നേ? ഡ്രൈ പോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വാട്ടർ പോറിംഗ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ. പക്ഷെ അതിനകത്ത് ഡ്രൈ ആരാണ്? സുപ്രിയ അല്ലെ? അതെ. അപ്പൊ സുപ്രിയ, രാധിക, സൈഫുന്നീസ. ഓക്കെ, ഡ്രൈ പോറിംഗ് സുപ്രിയ ചെയ്യാന്ന് പറഞ്ഞു. അടുത്തത് വെറ്റ് പോറിംഗ് ആണ്. പോറിംഗ് വാട്ടർ ഫ്രം ജഗ് ടു 3 അൺഈക്വൽ കണ്ടെയ്നേഴ്സ്. വാട്ടർ 3 തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതാരാ ചെയ്യുക? വെറ്റ് പോറിംഗ് ഞാൻ ചെയ്യാം മിസ്. അജിന. ഓക്കെ ഓക്കെ. അടുത്തത് വേറൊന്നാണ് വെറ്റ് പോറിംഗ്. പോറിംഗ് വാട്ടർ ഫ്രം ജഗ് ടു എ ബോട്ടിൽ യൂസിംഗ് വിത്ത് ഫണൽ. ഫണൽ ഉപയോഗിച്ചുകൊണ്ട് വെറ്റ് പോറിംഗ് ചെയ്യാൻ അതാരാ ചെയ്യുന്നത്? ഫണൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാരാ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കട്ടിങ്ങിന് ആരെങ്കിലും റെഡി ആണോ? കട്ടിങ്, ക്യാരറ്റ് കട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് ആരെങ്കിലും റെഡി ആണോ? കട്ടിങ് ക്യാരറ്റ്. ഞാൻ ചെയ്യാം മിസ്സേ. മഞ്ജുഷ. ഓക്കെ. മിസ് ഫണൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊന്നുമല്ല, അത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കണ അത് ഉപയോഗിച്ചിട്ടാണോ? അത് ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. അത് മതി. എങ്കിൽ ഞാൻ ചെയ്യാം. ഫാത്തിമ ചെയ്തു അല്ലേ? ഇതിപ്പോ എവിടെന്നാ മിസ് നമ്മള് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അത് ചെയ്യേണ്ട എങ്ങനെയാന്നുള്ളത്? യൂട്യൂബില് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും. എല്ലാ വീഡിയോസിലും എന്താ പറയാ, ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണത്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ. അപ്പോ നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് സെർച്ച് ചെയ്ത് വെക്കാനേ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതി. ആദ്യം അതൊന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ യൂട്യൂബില് വീഡിയോ നോക്കി ചെയ്യാം കേട്ടോ. എല്ലാ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളതാണ് അത്. അതുകൊണ്ട് നിങ്ങൾക്കും അത് വിട്ട് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ ചെയ്യണം എന്തായാലും. ഒരു ആക്ടിവിറ്റി എങ്കിലും ഒരാൾ ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ? എല്ലാവരും അസൈൻമെന്റ് ചെയ്യില്ലേ? അതുപോലെ തന്നെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ വായിച്ചിട്ട് എക്സാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. Thank you. ഓക്കെ, താങ്ക് യു.
ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസും കൂടി കാണിച്ചു തരാന്നുണ്ടായിരുന്നു. പക്ഷെ ആതിര മിസ് നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും മെറ്റീരിയൽസ് കാണിക്കാൻ ഉണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ പിങ്ക് ടവർ, അതുപോലെ തന്നെ ബ്രൗൺ സ്റ്റെയർ, ബെൽറ്റ് ഫ്രെയിംസ്, അങ്ങനെയുള്ള കുറച്ച്, പിന്നെ സിലിണ്ടേഴ്സ്, നോബഡ് സിലിണ്ടേഴ്സ്, നോബ്ലെസ് സിലിണ്ടേഴ്സ്, അങ്ങനെ കുറെ അധികം മെറ്റീരിയൽസ് ഉണ്ട്. ചിലപ്പോൾ ആതിര മിസ് നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യും. ഓക്കെ, അപർണ മിസ് കുറച്ച് കാണിച്ചു തരും. എന്താണ്? അപർണ മിസ് കുറച്ച് കാണിച്ചു തരും. അപർണ മിസ്സും കാണിച്ചു തരും കേട്ടോ. അവർ രണ്ടുപേർക്കും ചേർന്ന് കാണിച്ചു തരുമായിരിക്കും. ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചെയ്യാൻ റെഡി ആയിട്ട് വരിക കേട്ടോ. എല്ലാരും റെഡി അല്ലേ? എല്ലാരും ഏറ്റിട്ടുണ്ട്. ചെയ്താൽ ചെയ്താൽ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് അവർക്കും അത് മനസ്സിലാവുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നാളെയാണോ മാം? ഇല്ല, നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് വീക്ക് ആയിരിക്കുള്ളൂ. ഓക്കെ ഓക്കെ, ക്ലാസ് ഉണ്ടെങ്കിൽ കേട്ടോ, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ റെഡി ആയിട്ട് വരിക. ഓക്കെ 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 മിസ്സേ, ഈ ആഴ്ച നമുക്ക് ഇപ്പൊ ശനിയാഴ്ച എക്സാം ആണല്ലോ. അപ്പൊ ഇംഗ്ലീഷ് മിസ് ഒന്ന് കേറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർട്ട് രണ്ടാമത്തെ സെക്ഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം, കേറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച കേറാൻ പറ്റിയിട്ടില്ല. അപ്പൊ മിസ് ഒന്ന് പറയൂ. ഇനിയിപ്പോ നാളെയും മറ്റന്നേയും കൂടി അല്ലേ ഉള്ളൂ. നാളെ അപർണ മിസ് ആയിരിക്കും തോന്നുന്നു. അപർണ മിസ് കേറുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, വ്യാഴാഴ്ച. അപ്പോ ഒന്ന് മിസ് ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞേക്കാം. അശ്വതിനോട് പറഞ്ഞേക്കാം, അശ്വതി ടീച്ചറോട് പറഞ്ഞേക്കാം. മിസ് ക്ലാസ് റൂമിൽ ഇടണേ അസൈൻമെന്റ്. അസൈൻമെന്റ് ഞാൻ എക്സാം ഇടണേ. എക്സാം ഇടണേ. ടെൻഡൻസീസ് അല്ലേ? ടെൻഡൻസീസ് ഇട്ടേക്കാം. എനിക്ക് തോന്നുന്നു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ടെൻഡൻസിയിൽ. നിങ്ങളത് നോക്കാട്ടോ, ഉള്ളത് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.